ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ. ഇതല്ല ഞാൻ ഈ സംസാരിക്കുന്നതല്ല. ഞാൻ കഴിഞ്ഞ ദിവസം കുറേ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ എൻ്റെ പഴയ ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് ഞാൻ ശരിക്കും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അത് ഞാൻ ഷൂട്ട് ചെയ്തത് ഈ കഴിഞ്ഞ മെയ്യിലാണ്. അപ്പോൾ ഈ സമ്മർ ടൈമിനെ പറ്റി ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയായിരുന്നു നമ്മൾ ഈ ഒരു സമ്മർ ടൈം എല്ലാവരും കഴിച്ച് കൂട്ടിയതെന്ന്. അപ്പം ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. മാത്രമല്ല അന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തൊരു ടൈമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു 2022-ലോ 2023-ലോ ആയിരുന്നു. അന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കാര്യം ഫോക്കസ് ചെയ്ത് യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശവും എനിക്കില്ലായിരുന്നു. ചുമ്മാ ഇരുന്നോട്ടെ ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ അന്ന് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് വർഷത്തിലൊരു വീഡിയോ അല്ലെങ്കിൽ മാക്സിമം 2 വീഡിയോ. അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. എനിക്ക് യൂട്യൂബ് എന്താണ്, ഞാൻ കുറച്ച് വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണാറുണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് യൂട്യൂബിൽ എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണോ ഒന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ ചുമ്മാ യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർ കാണത്തില്ലേ, അതുപോലെ ഞാൻ എന്തൊക്കെയോ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ, അതായത് 2024-ലെ മാർച്ചിലാണ്. എനിക്ക് ഓർമ്മയുണ്ട്, മാർച്ച് 21-നാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തത് ഈ വർഷം. അപ്പോൾ അന്ന് മുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ അറിയാമായിരുന്നു എൻ്റെ വീഡിയോസിൻ്റെ കുറവുകളും പോരായ്മകളും ഒക്കെ എനിക്ക് നല്ലോണം അറിയാമായിരുന്നു. ഇപ്പോൾ ഞാൻ ആ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഞാൻ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെയൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് ഒരു സെൽഫ് അവയർനെസ് ഉണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പം അന്നത്തെ സമയത്ത് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് സ്റ്റോറീസൊക്കെ ആയിരുന്നു കൂടുതലും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റോറീസ് ഷെയർ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു സ്റ്റോറി ടെല്ലർ ആവാനും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നത് ബൈ പ്രൊഫഷൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ നമ്മൾ ടീച്ചിങ് ജോബ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഏത് ജോബ് ചെയ്യുകയാണെങ്കിലോ, ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഏതൊരു ജോബിൽ, നമ്മുടെ പ്രൊഫഷണൽ കരിയറിൽ, അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റോറി ടെല്ലിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റോറി ടെല്ലിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിങ്ങനെ സ്കൂളിൽ പ്രോഗ്രാംസിനൊക്കെ ചേരുമായിരുന്നു. അതുപോലെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് നമ്മളെ കൊണ്ട് സ്റ്റോറിയൊക്കെ പറയിപ്പിക്കുമായിരുന്നു. അന്നേരവും ഞാൻ അതൊക്കെ പറയുമായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ ഞാനൊരു സ്റ്റോറിയോ മറ്റോ ആണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഡിസ്ക്ലൈമറായിട്ട് പറയുകയാണ്, അത് ഞാൻ ഇപ്പോൾ എടുത്ത വീഡിയോ അല്ല. അപ്പോൾ ആ സമയത്ത് നല്ല ചൂടുള്ള സമയമായിരുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ ഇപ്പം ചൂടോ ഇപ്പം മഴയല്ലേ എന്നൊക്കെ ചിന്തിക്കാം. അതുകൊണ്ട് ഞാനത് എടുത്ത് നേരത്തെ പറയുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം നല്ല മഴയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെല്ലാം നല്ല മഴയാണ്, എല്ലായിടത്തും നല്ല മഴയാണെന്നറിയാം. എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഫർമേഷൻസ് പറയുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. ഡെഫിനറ്റ്ലി ഞാനത് ചെയ്യാം. അതുപോലെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ വീഡിയോ ചെയ്യാമോ എന്ന്. അതും ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെ സമയക്കുറവ് മൂലമാണ് ഇതൊക്കെ ഇങ്ങനെ ഞാൻ പോസ്റ്റ്പോണ്ട് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഞാനതൊക്കെ ചെയ്യുന്നതായിരിക്കും. ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഞാൻ ഫസ്റ്റ് അതിനൊരു ഡിസ്ക്ലൈമർ പോലെ പറയുകയായിരുന്നു, ഇത് ഇപ്പോഴത്തെ വീഡിയോ അല്ല, 2-3 മാസം മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് എവ്രി വൺ. നല്ല ചൂടുണ്ട്, ഇവിടെ ഇരുന്നിട്ട് തീരെ പറ്റുന്നില്ല. സന്ധ്യ ആവാറായി, ഏകദേശം 6 മണിയൊക്കെ ആവുന്നുണ്ട്. പക്ഷെ നല്ല ചൂട്. എനിക്ക് തോന്നുന്നു മെയ് മാസം ഫുൾ അത്യാവശ്യം നല്ല ചൂടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ജൂണിൽ കുറച്ച് ലേറ്റായിട്ടായിരുന്നു തോന്നുന്നു മഴയൊക്കെ പെയ്ത്. ഇപ്രാവശ്യം ലേറ്റ് ആവാനാണ് ചാൻസ്. നല്ല ചൂടുണ്ട് ഇവിടെ, മഴയെന്ന് പറയുന്നൊരു സാധനമില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് കഥയൊന്നും പറയണ്ട, വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഒരു കഥ പറയാനുണ്ട്. റീസെൻ്റ്ലി ഞാൻ വായിച്ചൊരു കഥയാണ്. കഥയെന്ന് വെച്ചാൽ, ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ, ഒരപ്പച്ചൻ, ഒരു മുത്തശ്ശൻ, അദ്ദേഹം ഏപ്രിൽ മാസം ആയപ്പോഴത്തേക്കിനും സ്കൂൾ വെക്കേഷന് അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിലോട്ട് വരുവാണ്. അപ്പം മകളുടെ വീട്ടിൽ വരുമ്പം
അവിടെ കൊച്ചു കുട്ടികളുണ്ട്, മകളുടെ മക്കളുണ്ട്. അപ്പോൾ ഈ അപ്പച്ചൻ ഈ അപ്പൂപ്പൻ്റെ നല്ല കൊമ്പമീശയൊക്കെ ഉണ്ട്, നരച്ച വലിയ കൊമ്പമീശയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പം കുട്ടികൾ ഭയങ്കര കുസൃതിയാണ്, അങ്ങനെ ആവുമല്ലോ സ്വാഭാവികം. അപ്പോൾ കുട്ടികൾ ഭയങ്കര കുസൃതി ആയത് കാരണം അപ്പച്ചൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വടി കാണും. ഈ വടി എടുത്തിട്ടായിരിക്കും പിള്ളേരോട് സംസാരിക്കുന്നത്. എപ്പോഴും പിള്ളേരെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് അപ്പച്ചൻ ഈ വടി എടുത്ത് പിള്ളേർക്ക് നല്ല അടി വെച്ച് കൊടുക്കും. ഇതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ദിവസമൊക്കെ കഴിഞ്ഞു. പിള്ളേരുടെ കുരുത്തക്കേടൊക്കെ കൊണ്ട് അപ്പച്ചന് പൊറുതി മുട്ടി. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് അപ്പച്ചൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ ഈ പിള്ളേർ ഭയങ്കര കുസൃതിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പിള്ളേർ എന്തോ ചെയ്തെന്ന് വെച്ചാൽ അപ്പച്ചൻ്റെ മീശയിൽ മീനിൻ്റെ നെയ്യ് എടുത്ത് തേച്ച് വെച്ചു. അപ്പച്ചൻ ഉറങ്ങിക്കിടക്കുക, അപ്പച്ചൻ അറിഞ്ഞില്ല. പിള്ളേർ വന്നിട്ട് അപ്പച്ചൻ്റെ മീശയിൽ മീനിൻ്റെ നെയ്യ് തേച്ച് വെച്ചു. അപ്പച്ചൻ ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേന് ഭയങ്കര സ്മെല്ല്, ഭയങ്കര നാറ്റം. എവിടെ നിന്നാണ് ഈ സ്മെല്ല് വരുന്നതെന്ന് അറിയത്തില്ല. അന്നേരം അപ്പച്ചൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് വഴക്ക് പറയാൻ തുടങ്ങി. ഇത് കേട്ട് ഈ അപ്പച്ചൻ്റെ മകൾ ഓടി വന്നിട്ട് കാര്യം തിരക്കി. അന്നേരം അപ്പച്ചൻ പറയാം, നീ ഈ വീടൊന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കത്തില്ല, ഇവിടെ മൊത്തം ഭയങ്കര സ്മെല്ല്, എനിക്കിവിടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല, എനിക്കിതിനകത്ത് ഈ സ്മെല്ല് സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അന്നേരം ആ മോള് പറഞ്ഞു, അയ്യോ അച്ഛൻ, ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഞാൻ ഈ വീട് ക്ലീൻ ചെയ്തതേ ഉള്ളൂ, ഞാൻ എല്ലാ ദിവസവും അടിച്ചു വാരുന്നുണ്ട്, പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. അന്നേരം അപ്പച്ചൻ അതൊന്നും സമ്മതിച്ച് തരുന്നില്ല. അപ്പച്ചൻ പറഞ്ഞു, എനിക്കിത് സഹിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഞാൻ പുറത്തോട്ടെങ്ങാനും പോവാം എന്നും പറഞ്ഞ അപ്പച്ചൻ എന്ത് ചെയ്തു, പുറത്തിറങ്ങിയപ്പോൾ അപ്പച്ചൻ ഈ സ്മെല്ല് പിന്നെയും കിട്ടുന്നുണ്ട്. കാരണം മീശയിൽ തന്നെയാണല്ലോ ഈ സാധനം തേച്ച് വെച്ചേക്കുന്നത്. അപ്പച്ചൻ പറഞ്ഞു, ഈ വീടിൻ്റെ പരിസരം എനിക്ക് എന്ത് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്, ഇവിടെ എല്ലാം ഭയങ്കര സ്മെല്ല്, എനിക്കിവിടെ ഈ സ്മെല്ല് സഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ മാർക്കറ്റിലോട്ട് പോട്ടെ എന്നും പറഞ്ഞു പുള്ളി മാർക്കറ്റിൽ ചെന്നപ്പോഴും അവിടെയും ആ സെയിം സ്മെല്ല്. അപ്പച്ചൻ പറഞ്ഞു, ഈ നാട്ടിലെ മാർക്കറ്റിലേക്ക് എന്തൊരു വൃത്തികെട്ട മാർക്കറ്റ്, ഇവിടെയൊക്കെ എന്തൊരു സ്മെല്ല്, എനിക്കിതൊന്നും പറ്റത്തില്ല, ഞാൻ എൻ്റെ നാട്ടിൽ പോകുന്നു. അങ്ങനെ പുള്ളി സ്വന്തം വീട്ടിൽ വന്നു. അവിടെ വന്നപ്പോൾ അവിടെയും സ്മെല്ല്. അങ്ങനെ പുള്ളി എവിടെ ചെന്നാലും അവിടെ എല്ലാം സ്മെല്ല്. സോ ഈ ഒരു കഥയിലൂടെ പറഞ്ഞു വന്നത്, തെറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സംഭവത്തെ നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് മറ്റുള്ളവരുടെ മുകളിൽ നമ്മൾ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സെയിം സ്വഭാവമുള്ള പല വ്യക്തികളെയും എനിക്ക് പേഴ്സണലി അറിയാം. അങ്ങനെയുള്ളവരോട് നമ്മൾ ഇങ്ങനെ എത്ര പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലും ഒരു പക്ഷേ അവരത് കേട്ടെന്ന് വരത്തില്ല. ഒരു പോയിന്റിൽ ചിലപ്പോൾ അവർക്കൊക്കെ തിരിച്ചറിവുണ്ടാവും, ചിലപ്പം തിരിച്ചറിവൊന്നും ഉണ്ടാവാനും ചാൻസില്ല. ഇതുപോലെ തന്നെയുള്ള വേറൊരു കഥയുണ്ട്. അത് വളരെ റീസെൻ്റ്ലി ഞാൻ വായിച്ചൊരു കഥയാണ്. അതായത് ഒരു സന്യാസി, ആ സന്യാസി ഒരു നാട്ടിലോട്ട് ഇങ്ങനെ പുതിയൊരു നാട്ടിലോട്ട് വരിക. ആ നാട്ടിലോട്ട് വന്ന് അദ്ദേഹത്തിന് എപ്പോഴും കാണാൻ വരുന്നൊരു ഭക്തയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സ്ത്രീയെ കാണാൻ വേണ്ടി ഈ സന്യാസി വരുമ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി ഒരു പാത്രം നിറച്ച് പാല് കാച്ചി തിളപ്പിച്ച് അദ്ദേഹത്തിന് ആറി കുടിക്കാൻ കൊടുക്കുക. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഇതും കൊണ്ട് പോവാണ്, എന്നിട്ട് എനിക്കൊന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് ഇത് കുടിച്ചോളാം എന്നും പറഞ്ഞ് അദ്ദേഹം ആ പാത്രം കൊണ്ട് പോവാം. എന്നിട്ട് അദ്ദേഹം ഒരു കുളത്തിൻ്റെ സൈഡിൽ വന്നു. കുളത്തിൻ്റെ സൈഡിൽ ഒരു വലിയ മരം നിൽപ്പുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിൽ ആ പാത്രം വെച്ചു. എന്നിട്ട് അദ്ദേഹം കുളിക്കാൻ പോയി. അദ്ദേഹം കുളിക്കാൻ പോയ സമയം കൊണ്ട് ആ മരത്തിൻ്റെ പൊത്തിലുണ്ടായിരുന്ന ഒരു പാമ്പ് ഇറങ്ങി വരുന്ന ഈ പാത്രത്തിലോട്ട് വിഷം ചീറ്റും. അങ്ങനെ ആ പാല് മുഴുവൻ വിഷമാകുവാണ്. എന്നിട്ട് പാമ്പങ്ങ് പോകും. ഇതൊന്നും അറിയാതെ കുളിച്ചിട്ട് വന്ന സന്യാസി എന്ത് ചെയ്തു, ആ പാലെടുത്ത് കുടിക്കുവാണ്. പാല് കുടിച്ച് ഇദ്ദേഹം മരിക്കുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ചിന്തിക്കുകയാണ്, ആ സ്ത്രീ എനിക്ക് വിഷം തന്നു, ഞാൻ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്ന, അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ, എനിക്ക് അവർ വിഷം തന്നു. സത്യത്തിലിവിടെ കുറ്റം ആ സ്ത്രീയുടെ ഭാഗത്താണോ, അതോ സന്യാസിയുടെ ഭാഗത്താണോ, അതോ പാമ്പിൻ്റെ ഭാഗത്താണോ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ, ഏതൊരു കാര്യത്തിനെയും സുരക്ഷിതത്വം നോക്കാതെ നമ്മളൊരു കാര്യം ചെയ്തു വെച്ചിട്ട് അതിൽ നിന്നൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അവസാനം മറ്റുള്ളവരെ നമ്മൾ പഴിക്കുവാണ്. അതെൻ്റെ പ്രശ്നം കൊണ്ടാണ്, ഞാൻ കാരണമാണ് എന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഒരുപക്ഷെ നമ്മളെല്ലാവരിലും അങ്ങനത്തെ സ്വഭാവം ചിലപ്പോൾ കണ്ടെന്ന് വരും. ഈ സംസാരിക്കുന്ന എന്നിൽ തന്നെ കാണാം. അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് ലൈഫിൽ ഒരു നേട്ടവും ഉണ്ടാവത്തില്ല എന്നാണ് പറഞ്ഞു വന്നത്. സോ ഇത്രേ ഉള്ളൂ. കഥ രണ്ടും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്.